ഇന്നെന്താ പരിപാടി സ്കൂളിൽ? ഇന്ന് സെൻഡ് ഓഫ് ആണ് ഗൈസ്. ആരാണ് മുണ്ടൊക്കെ എടുത്ത് നിൽക്കുന്നത്? അങ്ങനെ നമ്മുടെ 4ാം ക്ലാസ്സിലെ സെൻഡ് ഓഫ് ആണ് ഗൈസ്. ഇത് സെൻഡ് ഓഫ് എന്നൊരു ഡ്രസ് കോഡൊക്കെയാണ്. കറുപ്പ് ഷർട്ടും ഇതാ മുണ്ടൊക്കെ എടുത്തിട്ടാണ് സ്കൂളിൽ പോകണക്ക്. വയ്യ. ഷോ എന്താ പറയാനുള്ള പറയും? അടിപൊളിയായിരിക്കും. കേക്കൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. ഇന്ന് എന്താ ഉണ്ടാവുക പറയണം കേട്ടോ വന്നിട്ട്. ഇതാരാ മുണ്ടെടുത്ത് നിൽക്കുന്നത്? ഓക്കെ, അപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ. വെള്ളിയാഴ്ചയാണ്, വണ്ടി നേരത്തെ വരും. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനുണ്ട്. ഞാൻ കുറച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വേഗം മുണ്ടെടുത്ത് ഉടുപ്പിച്ച് കൊടുത്തതാണ്. അപ്പോൾ ഞങ്ങളിനി ചായ കുടിക്കട്ടെ കേട്ടോ. ടാറ്റ. ഇപ്പോഴേക്ക് വേണമെന്നോ? വെള്ളിയാഴ്ചയാണ്, തടഞ്ഞു വെക്കരുതേ. ഇന്നത്തെ നമ്മുടെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തെ വീഡിയോ അല്ല, 2 ദിവസത്തേത് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഒറ്റ വീഡിയോ ആക്കിയിട്ടുള്ളത്. ഒരുപാട് ലെങ്ത്തും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യമോ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ചായ കുടിക്കാം. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അവൻ്റെ സ്കൂളിലേക്ക് പോകണം. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നുണ്ടെങ്കിൽ കണ്ടോ, ഞാൻ ഒരുങ്ങി റെഡിയായി നിൽക്കുകയാണ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. വേറെ അങ്ങോട്ടല്ല കേട്ടോ. ഇന്ന് ആദിമോൻ്റെ സ്കൂളിൽ സെൻഡ് ഓഫ് ആണ്. അപ്പോൾ ഇന്ന് രാവിലെ ഷർട്ടും മുണ്ടൊക്കെ എടുത്തിട്ടാണ് ആൾ സ്കൂളിലേക്ക് പോയത്. അവൻ പോയി ഓൾറെഡി. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് സെൻഡ് ഓഫിൻ്റെ ഫംഗ്ഷന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടല്ല, വേറെ കുറച്ച് ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്കൂളിൽ വരെ പോകണം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അത് മാത്രമല്ല വേറെയും കുറച്ച് സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം കാണിക്കാം. അപ്പോൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ പോകാൻ. എൻ്റെ കൂടെ അമ്മയും അച്ഛനും ഉണ്ടാവും കേട്ടോ. നമുക്ക് പോകാം വേഗം തന്നെ. അങ്ങനെ ആദിമോൻ്റെ സ്കൂളിലെത്തി. കുറേ നേരം നമ്മളവിടെ പോസ്റ്റായിട്ടു. അത് അവൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടിയിരുന്നു. അത് ഞാൻ ഓൾറെഡി ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്ഫുള്ളായിട്ടുള്ള ദിവസമായിരുന്നു കേട്ടോ. നമുക്ക് വേറൊരു സ്ഥലത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് നേരിട്ട് പറഞ്ഞയച്ചതാണ് കേട്ടോ വേറൊരു സ്കൂളിലേക്ക്. അപ്പോൾ അവിടെ പോയി തിരിച്ച് വരുന്ന സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. ബാക്കിയൊന്നും എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ആരെയാ കണി കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ. അത്രമാത്രം റിസ്ക് ആയിരുന്നു. നമുക്ക് വഴിയൊക്കെ തെറ്റിപ്പോയിട്ട് നമ്മൾ നടന്ന് എത്രയോ കിലോമീറ്റർ നടക്കേണ്ടിയൊക്കെ വന്നു കേട്ടോ ബസ് ഇറങ്ങിയിട്ട്. അങ്ങനെ പാടിയ ദിവസമാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നേരം രാവിലത്തെ ദോശയും സാമ്പാറും ഇല്ലേ, അത് തന്നെയാണ് കേട്ടോ ഞാൻ കഴിച്ചത്. കാരണം നമ്മൾ ചോറും കറിയൊന്നും വെക്കാതല്ലേ പോയത്. സ്കൂളിൽ അത്രയും ടൈം ഇരിക്കേണ്ടി വരും. പിന്നെ മറ്റേ സ്കൂളിലേക്ക് പോകേണ്ട ഇത്രയും സമയമാവുന്നൊന്നും നമ്മുടെ പ്രതീക്ഷയിലില്ല. അപ്പോൾ അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ അലക്കിക്കുളി പരിപാടികളായിരുന്നു. ഞാൻ ആ ദോശയും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ അതേ ആദിമോൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് കുട്ടിപ്പൊര വേണം. അപ്പോൾ ഞാൻ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഞാൻ ഡാൻസ് പ്രാക്ടീസിനും കൂടി പോയി വന്നപ്പോഴേക്കും ഞാൻ ഓൾറെഡി സൈഡായിപ്പോയി കിടന്നാൽ മതി എന്നുള്ളൊരവസ്ഥയായിപ്പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ എൻ്റെ ആണ്. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഇതാണ് ഗൈസ് നമ്മുടെ പുതിയ ഹിമക്കുട്ടി. ഇതാ പോണ്. എവിടെ കുട്ടി? എനിക്കത് ചെറിയിരിക്കുന്നത്. അപ്പോൾ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ അമ്മേൻ്റെ വീട്ടിൽ പോയതാണ്. ഇത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ഗസ്റ്റാണ്. അപ്പോൾ ഏഷ്യൻ കാറ്റാണ് കേട്ടോ. കുഞ്ഞു കുട്ടിയാണ്, ഹിമക്കുട്ടി. ഹിമ എന്നാണ് പേരൊക്കെ ഇട്ടത്. നല്ല രസമുണ്ട് കാണാൻ. വൈറ്റ് കളറാണ്. കുഞ്ഞതാണ് കേട്ടോ. കണ്ടോ, അത്രയും കുഞ്ഞ്. നീല കണ്ണാണ് കേട്ടോ ആൾക്ക്. പെൺകുട്ടിയാണ്. പിന്നെ പാല് കൊടുക്കാനൊക്കെ ഒരു ഫീഡിങ് ബോട്ടിലുണ്ട്. പിന്നെ അതേപോലെ മിൽക്ക് പൗഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെൻ്റെ ഏട്ടന് ഫ്രീ ആയിട്ട് ആരോ കൊടുത്തതാണ് കേട്ടോ. പണിസ്ഥലത്ത് നിന്ന് എങ്ങാനും. വേറെയും കുട്ടികളുണ്ടായിരുന്നു. അതിനൊക്കെ ഓരോരുത്തർ ഫ്രീ ആയിട്ട് തന്നെ കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് വൈറ്റ് കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ മെമ്പർ. ഇവളെ കാണാൻ വേണ്ടിയിട്ടാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയത് കേട്ടോ. വെയിലത്ത്, നല്ല പൊരി വെയിലത്താണ് ഞങ്ങൾ പോയത്. അപ്പം നമുക്ക് നമ്മുടെ പുതിയ മെമ്പറിനെ ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഹിമക്കുട്ടി. ഇതാണ് ആൾ. കണ്ടോ എന്ത് ചെറുതാണെന്നറിയോ, ക്യൂട്ടാണ്. നല്ല വൈറ്റ് കളറാണ്. ഇത് ഞാൻ ഫ്രണ്ട് ക്യാമറ ഓണാക്കി ഇങ്ങനെ വെച്ചപ്പോഴേ അതിങ്ങനെ കാണുന്നുണ്ട് സ്ക്രീനിൽ. അപ്പോൾ അത് നോക്കി വരുന്നതാണ് കേട്ടോ. ഇത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്.
ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആളുടെ ഫുള്ള് കോമഡി. എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിലേ പാല് കുടിച്ചിട്ട് ഇങ്ങനെ കിടന്നുറങ്ങാൻ വേണ്ടി, കുഞ്ഞല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ മടിയിലിങ്ങനെ പിടിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ തിരയും പാല് കുടിക്കാൻ വേണ്ടിയിട്ട്, അമ്മയാണെന്നുള്ളതില്ലേ. അപ്പോൾ നമ്മൾ ആ ഫീഡിങ് ബോട്ടിൽ ഇങ്ങനെ വായിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുടിക്കും കേട്ടോ. കുടിച്ച് അങ്ങനെ ഉറങ്ങിപ്പോവും. അപ്പം തന്നെ ഉറങ്ങിപ്പോയി ഫീഡിങ് ബോട്ടിൽ അങ്ങോട്ട് മാറ്റുമ്പോഴേക്കും വീണ്ടും തിരയും. അങ്ങനെയാണ്, നല്ല രസമാണ് കണ്ടോ. ഭയങ്കര ബഹളമാണ്. പിന്നെ ഒരു കൂടായിട്ട് വാങ്ങിയല്ല, ഒരു സാധനം ഉണ്ട്, അതിലാണ് കിടത്തുക. പക്ഷെ ഇപ്പം അതിൽ കിടക്കുന്നില്ല, അതിനകത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പം എല്ലാവരും പറയാം എങ്ങാനും ചവിട്ടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന്. കണ്ടോ നമ്മളടുത്തേക്ക് വന്നിങ്ങനെ ഇരിക്കും. ഇതിപ്പോൾ എന്താണെന്നറിയോ, ഇരുന്നുറങ്ങിയിട്ട് ഒരൊറ്റ വീഴലാണ് ആൾ. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഫ്ലാഷ് അടിച്ചപ്പോൾ എണീറ്റതാണ്. ആളെ കണ്ണൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. മക്കുട്ടി ഞങ്ങൾ പോവാണ്. ഈ മക്കുട്ടീനെ ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ പോവാണ്. ഞങ്ങൾ ഈ മക്കുട്ടി ഭയങ്കര തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ വീട്ടിൽ പോവാണ്. ഹിമക്കുട്ടി ഇവിടെ ഉണ്ടാവും. പോവാ, ഞങ്ങൾ പോട്ടെ. എന്തിനിങ്ങനെ ആർക്കുന്നേ? വിശക്കുണ്ട് തോന്നുന്നു. ഒരു രണ്ടിറക്കുമ്പോഴത്തേക്ക് ഉറങ്ങിപ്പോണ്ട് അമ്മയാ. ഞാനപ്പം അമ്മ എന്നോടിപ്പോൾ എന്തൊക്കെയോ കുറേ പറഞ്ഞു, മുഖത്ത് നോക്കിയിട്ട് കുറേ വർത്താനം പറഞ്ഞു. മതി കേട്ടോ. ഒരു തിരക്കലാണ് ഭഗവാനേ. തിരയുന്നു കുട്ടിയുടെ തിരിയുന്നു. അമ്മോ, ഞാൻ പറഞ്ഞല്ലേ ഭയങ്കര തിരയലാണ് കേട്ടോ, അമ്മയാണെന്നുള്ളതിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമേനവിടെ വെച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാം. അച്ഛനും ഞാനും മോനും കൂടിയാണ് പോകുന്നത്. അമ്മ വന്നിട്ടില്ല, അമ്മ അനിയത്തിൻ്റെ കല്യാണക്കത്ത് കൊടുക്കുന്ന തിരക്കിലാണ്. ഒരാളെന്താ അവിടെ ഒരു പാട്ട് പാടി, മറ്റേ അമ്മ മനസ്സ് തങ്ക മനസ്സ് പാട്ടില്ലേ, മമ്മൂട്ടിയില്ലേ, രാപ്പകല്ലേ, അതിലെ പാട്ടിൻ്റെ വരി പാടിയതാണ്. ഞാനും ഈ അമ്മയ്ക്ക് പൊന്നുണ്ണി എന്നുള്ളതിന് ഞാനും ഈ അമ്മയ്ക്ക് തൊണ്ണുണ്ണി. അയ്യോ, കോമഡി. അപ്പം നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഹിമക്കുട്ടീനൊക്കെ കണ്ടു. അമ്മ കത്ത് കൊടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. ഡാൻസ് പ്രാക്ടീസ് ഇല്ലേ, 3:30 ഞാൻ പോവാം. അപ്പോൾ വീട്ടിലൊക്കെ എത്തി, ഡാൻസ് പ്രാക്ടീസിനൊക്കെ പോയി. അമ്മ വരുന്ന സമയത്ത് ഈ ഒരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വൈകുന്നേരം ചായക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാണ്. എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലായിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് ചോറൊക്കെ കഴിഞ്ഞ് ഡാൻസ് പ്രാക്ടീസും കൂടി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയമാകുമ്പോഴേക്ക് ഒരു വഴിക്കാവും, ഭയങ്കരമായിട്ട് ക്ഷീണം പിടിക്കും. അപ്പോൾ വൈകുന്നേരം ചായക്ക് ഇതാണ് കൂട്ടിയത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാനിവിടെ എൻഡ് ചെയ്യാണ് കേട്ടോ. കാരണം ഇതിൽ കാര്യമായിട്ടൊന്നും ഇല്ല എന്നുള്ളത് എനിക്കെന്നെ നല്ലോണം അറിയാം. എന്നാലും ഹിമേനെ കിട്ടിയ ആ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാനിവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും ടിപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ.